കർത്താവിൻ്റെ പാവനമായ പരിശുദ്ധമായ ശ്രേഷ്ഠനാമം ഇന്ന് നമ്മുടെ നടുവിൽ ഈ വിശുദ്ധ കൂട്ടായ്മയിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ആദരണീയരായ അഭിഷിക്തരായ ദേവദാസന്മാർ, സഹോദരിമാർ എല്ലാ പ്രിയപ്പെട്ടവർക്കും നിസ്തുല്യനായ യേശുക്രിസ്തുവിൻ്റെ വന്ദനാമത്തിൽ എൻ്റെ സ്നേഹങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. പണ്ടൊക്കെ പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിവുള്ള പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ദൈവ വചനത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ BIBLE ബൈബിൾ, അതിൻ്റെ ഒരു യഥാർത്ഥ ഫുൾ ഫോം അല്ല, പക്ഷേ അതിന് കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതായത് ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലിവിങ് എർത്ത്. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു പോകുന്നതിന് മുമ്പ്, മാറ്റപ്പെടുന്നതിന് മുമ്പ് നമ്മൾ നമ്മൾ ചെയ്തിരിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് ആണ് ബൈബിൾ, അഥവാ ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലിവിങ് എർത്ത് എന്നാണ് പൊതുവെ. അത് ഒറിജിനൽ ഡെഫിനിഷൻ അല്ല, അത് അതിൻ്റെ വാക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന അർത്ഥവത്തായ ഒരു കാര്യമാണ്. ഉലകത്തിലുള്ള ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതും അല്ലെങ്കിൽ ഉള്ള മുന്നറിയിപ്പുകളാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് സത്യവേദ പുസ്തകം. ബൈബിൾ എന്ന വാക്ക് ബിബ്ലിയ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. അതിന് ബുക്സ് എന്നാണ്, പുസ്തകങ്ങൾ എന്നാണ് ബൈബിളിന്റെ സംക്ഷിപ്തമായ അർത്ഥം. മനുഷ്യനോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ് സത്യവേദ പുസ്തകം. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയാണ്, കവനന്റ് ആണ്. ട്രസ്റ്റമെന്റും ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടിയാണ് ബൈബിളിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിയുമ്പോൾ ആകെ പുസ്തകങ്ങൾ 66 പുസ്തകങ്ങളാണ് ബൈബിൾ ഉള്ളതും. ആകെ അധ്യായങ്ങൾ 1189 അധ്യായങ്ങളാണ്. ആകെ വാക്യം 31,173 ആകെ അക്ഷരങ്ങൾ മലയാളത്തിൽ 7,83,137 ഇംഗ്ലീഷിലും 3,566,480. ഏറ്റവും വലിയ പേര് ബൈബിളിൽ നമ്മൾ കാണുന്നത് യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം അധ്യായം, അതിന്റെ 1-ാമത്തെ പേരാണ്. ഏറ്റവും വലിയ പേരും മഹർ ഷലാൽ ഹഷ്ബഷ്. ഇവിടെ ദമാമിലെ ദൈവസഭയിലെ ഒരു സഹോദരിയുണ്ട്. നാളുകൾ അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. അവർക്ക് കുറെ വർഷങ്ങൾക്ക് ശേഷം അവർക്കൊരു മകൻ ജനിക്കുവാൻ ഇടയായി തീർന്നു. മകൻ കൺസീവ് ചെയ്യുന്ന സമയത്ത് തന്നെ പേരിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ പേര് കേട്ടിട്ടുമില്ല, വായിച്ചിട്ടുമില്ല. ഈ പേരിങ്ങനെ ഒരു സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് പോലെ കാണിക്കുവാൻ ഇടയായി തീർന്നു. മഹർ ഷലാൽ ഹഷ്ബഷ്. ഇത് യെശയ്യാ പ്രവാചകന്റെ മകന്റെ പേരാണ്, ഏറ്റവും വലിയ പേരും. അപ്പോൾ ഈ പേര് ഇടണമെന്ന് ഹൃദയത്തിൽ അങ്ങനെ പ്രേരണ വരികയും അങ്ങനെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ അവൾക്കൊരു മകൻ പിറന്നും ആ മകനെ മഹർ ഷലാൽ പേരിടുവാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ കുടുംബത്തിൽ ആർക്കും അവൾക്ക് സപ്പോർട്ട് ചെയ്തില്ല. എങ്കിൽ തന്നെയും ദൈവം നൽകിയ ദർശനത്തിൽ അവൾ ഉറച്ചു നിന്നും അവസാനം ആ കുഞ്ഞിനെ ഈ പേരിടുവാൻ ഇടയായി തീർന്നു. ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. 8-ാം അധ്യായം 1-ാം വാക്യം. യെശയ്യാവ് ഏറ്റവും വലിയ പേരും ഏറ്റവും വലിയ വാക്യമുള്ളത് എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായം 9-ാം വാക്യത്തിലാണ് ഏറ്റവും വലിയ വാക്യം കിടക്കുന്നത്. ഏറ്റവും ചെറിയ വാക്യം എക്സോഡസ്, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ്. അത് ഒരൊറ്റ വാക്കാണ്, മോഷ്ടിക്കരുത് എന്നുള്ള ഒരൊറ്റ വാക്കാണ് ഏറ്റവും ചെറിയ വാക്യം. നമ്മൾ മോഷ്ടിക്കരുത് എന്ന് ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരുടെ പണം മോഷ്ടിക്കരുത്. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ മറ്റുള്ളവരുടെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റും, അത് മോഷണമാണ്. പക്ഷേ നമ്മൾ ആത്മീയമായി നോക്കിക്കഴിയുമ്പോൾ ദൈവത്തിന്റെ സമയം നമ്മൾ മോഷ്ടിക്കരുത്. ഒരു ദിവസം നമുക്ക് 24 മണിക്കൂറാണ്. അതിന്റെ ദശാംശം നാം ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 2 hours 40 minutes. അത് ദൈവവചനം വായിക്കുവാനും അത് പ്രാർത്ഥിക്കുവാനും അത് ആരാധിക്കുവാനും നമുക്ക് ദൈവത്തിന് സമയം, നമുക്ക് നൽകിയ സമയത്തിൽ നിന്നുള്ളത് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ കഴിയുകയാണെങ്കിൽ അത് എത്ര ശ്രേഷ്ഠമായിരിക്കും. ഒരു ദിവസം തന്നെ നമ്മൾ എത്ര മണിക്കൂറുകളാണ് മൊബൈലിൽ ചെലവഴിക്കുന്നത്. നമ്മൾ ആത്മീയമായിട്ടുള്ള മെസ്സേജുകളാണ്
അങ്ങനെ പലതുമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പക്ഷേ അതൊന്നും നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിന് തുല്യമാകത്തില്ല എന്നുകൂടെ നാം അറിയണം. അപ്പം ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഒരു സമർപ്പണം, കർത്താവെ ഒരു ദിവസം 24 മണിക്കൂറുണ്ട്, അതിൻ്റെ ഏകദേശം 2.5 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുക. നടക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുഷികമായി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ തിരക്കേറിയ കാലഘട്ടത്തിൽ ഈ എല്ലാവരും വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ 2.5 മണിക്കൂർ ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി അർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ദൈവസന്നിധി പ്രാർത്ഥിക്കുക, കർത്താവെ സമയത്തിന്റെ ദശാംശവും 24 മണിക്കൂറുണ്ട്, അതിനകത്ത് 2.5 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ കർത്താവെ എനിക്ക് കൃപ നൽകണം. എൻ്റെ ജീവിതത്തിലെ ആ തിരക്കുകളെല്ലാം ഒഴിവാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വിട്ടുമാറാതെ, ദൈവസാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോകാതെ ദൈവസന്നിധിയിൽ തന്നെ ഇരിക്കുവാൻ കർത്താവെ എനിക്ക് കൃപ തരണമേ എന്നും ഉള്ള ഒരു ആഗ്രഹവും ഒരു പ്രാർത്ഥനയും നമുക്കുണ്ടെങ്കിൽ ദൈവം അതിനുള്ള വഴികളെ നമുക്ക് ഒരുക്കി തരുവാനിടയായിത്തീരും. സാഹചര്യങ്ങളെ ദൈവം, നമ്മൾ പറയാത്തിടത്തോളം കാലം, നമ്മൾ ആഗ്രഹിക്കാത്തിടത്തോളം കാലം നമുക്കത് സാധ്യമാകും എന്ന് വിചാരിക്കരുത്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ വിലപ്പെട്ട സമയം നമുക്ക് പോയിക്കൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നഷ്ടപ്പെട്ട സമയങ്ങളൊന്നും ഒരിക്കലും മടങ്ങി വരികയില്ല, തിരികെ ലഭിക്കുകയില്ല എന്നുള്ള കാര്യം കൂടെ നാം മറന്നു പോകരുത്. ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. സമയവും തിരമാലകളും ആരെയും കാത്തു നിൽക്കാറില്ല. ദർ ഇസ് നോ ക്രൗൺ വിത്തൗട്ട് പെയിൻ. അഥവാ വേദന കൂടാതെ ഒരു കിരീടം പ്രാപിക്കുവാനും കഴിയുകയില്ല എന്നും ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ക്ലോക്കൊക്കെ തിരിച്ച് സമയം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലൊക്കെ കുറച്ചൊക്കെ വയ്ക്കാം. പക്ഷെ ഒരു കാര്യം, സമയം അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, അത് നമ്മളെ കാത്തു നിൽക്കാറില്ല സമയം. അതുകൊണ്ടാണ് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, സമയം നിങ്ങൾ എന്ത് ചെയ്യണം, തക്കത്തിൽ നിങ്ങൾ വിനിയോഗിക്കണം, തക്കത്തിൽ ഉപയോഗിക്കണം. കാരണം നഷ്ടപ്പെട്ട സമയങ്ങളൊന്നും നമുക്ക് തിരികെ വരികയില്ല. ജീവിതം എന്ന് പറയുന്നത് തന്നെ സമയമാണ്. നമ്മൾ 24 മണിക്കൂർ ഒരു ദിവസം നമ്മളെ വിട്ടുപോകുമ്പോൾ നമ്മുടെ ആയുസിന്റെ 24 മണിക്കൂർ കൂടെ കുറഞ്ഞു പോയി. അപ്പം ഈ സമയമെന്ന് പറയുന്നത് നമ്മുടെ ആയുസ്സാണ്, നമ്മുടെ ജീവിതമാണ് എന്നുള്ള കാര്യം കൂടെ നാം മറന്നു പോകരുത്. അത് ഏറ്റവും ചെറിയ വാക്യമാണ് പുറപ്പാട് 20:15, മോഷ്ടിക്കരുത്. അപ്പം ദൈവത്തിനുള്ളത് ദൈവത്തിനും ലോകത്തിനുള്ളത് ലോകത്തിനും, കൈസർക്കുള്ളത് കൈസർക്കും എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. ബൈബിളിലെ ഏറ്റവും നടുവിലുള്ള മധ്യത്തിലുള്ള വചനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ മിഡിൽ വേർഡ് ഓഫ് ദ ബൈബിൾ, അത് സങ്കീർത്തനങ്ങൾ 118:8. സങ്കീർത്തനം 118:8 ബൈബിളിലെ ഏറ്റവും മധ്യത്തിലുള്ള വചനം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതും. മനുഷ്യനിൽ എത്ര അർത്ഥവത്തായ വചനമാണെന്ന് അറിയാമോ? എന്ന് പറഞ്ഞാൽ ബൈബിളിന്റെ ഏറ്റവും നടുവിൽ, ഒത്ത നടുവില്, അതിന് മുമ്പും അതിന് പിമ്പും അതിന്റെ ഏറ്റവും നടുവിലായിട്ട് എഴുതി വെച്ചിരിക്കുന്നു 118:8, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് റെഫ്യൂജ് ഇൻ ദ ലോർഡ് ദാൻ ടു ട്രസ്റ്റ് ഇൻ ദ ഹ്യൂമൻ. മനുഷ്യന് പരിമിതികളുണ്ട്, മനുഷ്യന് കൊടുക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. മനുഷ്യൻ വാക്കുമാറുന്നവനാണ്. എത്ര മാറത്തില്ല എന്നും നമ്മൾ തീരുമാനിച്ചാലും മനുഷ്യൻ മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ വാക്കുമാറുന്നവനാണ്. അബ്രഹാം അതിസമ്പന്നനായിരുന്നു. തന്റെ രക്തത്തിൽ നിന്നും ഉണ്ടായ കുഞ്ഞ് ഇഷ്മയേൽ, ഒക്കെ മിസ്രൈമിയ ദാസിയിലുണ്ടായ കുഞ്ഞാണെങ്കിലും കുഞ്ഞ് അടിമയല്ലല്ലോ, അബ്രഹാമിന്റെ സ്വന്തം രക്തത്തിലുണ്ടായ കുഞ്ഞാണ്. ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ കുറച്ച് വെള്ളവും ഒരു തുരുത്തി വെള്ളവും കുറെ അപ്പവും മാത്രമാണ്. ആ അപ്പം തീർന്നു, ആ വെള്ളവും തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ മനുഷ്യൻ നൽകുന്ന അപ്പം തീർന്നു പോകും, വെള്ളവും തീർന്നു പോകും. പക്ഷേ ദൈവം ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ, ഒരു ഉറവ് തുറന്നു കഴിഞ്ഞാൽ, അത് അവർക്ക് മാത്രമല്ല, നമുക്ക് മാത്രമല്ല, അനേകർക്ക് അതിൽ നിന്നും കുടിക്കുവാൻ, ദാഹം തീർക്കുവാൻ ഇടയായി തീരുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ സമയത്ത് നമ്മൾ മുസ്ലിം സഹോദരന്മാർ പറയുന്നത്, ഇത് ഞങ്ങളുടെ മക്കയിലുള്ള കബയിലുള്ള സംസം വാട്ടറാണ്, അത് ഇന്നും നിലച്ചിട്ടില്ല, അത് ഇന്നും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. നോക്കണം, ആ വെള്ളം വാങ്ങി കുടിക്കുവാൻ വേണ്ടി ഓരോ സീസൺ ലക്ഷക്കണക്കിന് രൂപ, പണ്ട് പണം കൊടുക്കണ്ടായിരുന്നു, ഇന്ന് പണം കൊടുത്തു വേണം ആ ബോട്ടിൽ വാങ്ങിക്കുവാൻ. നോക്കണം. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കലും ഈ ബൈബിളിൽ കർത്താവ് തുറന്ന, ആഗാറിന് വേണ്ടി തുറന്ന ഉറവയല്ല മക്കായിലുള്ള സംസം കിണർ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു,
അവൾ ബർഷേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നും. ബർഷേബ മരുഭൂമിയിലാണ് ഈ കുഞ്ഞിനെ അവളെ കുറുങ്കാട്ടിൽ അവൾ ഇട്ടിട്ട് ദൂരത്ത് മാറി അവൾ ഇരുന്ന് കരഞ്ഞതും. ഈ ബേർഷേബ മരുഭൂമി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറേബ്യൻ മരുഭൂമിയല്ല, അത് ഇസ്രായേലിൽ തന്നെയാണ്. അത് ഭൂപടം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കത് വ്യക്തമായി മനസ്സിലാക്കും. അവൾ അവിടെ നിന്നും 1200 മൈലുകൾ താണ്ടി മക്കായിൽ വന്നു എന്ന് നമ്മൾ പറയുന്നത് തന്നെ വലിയ ശുദ്ധ വിഡ്ഢിത്തരമാണ്. അത് പൊട്ടത്തരമാണ്. ആളുകൾ ഇത് കേട്ടിട്ട് അന്ധമായിട്ട് അങ്ങ് വിശ്വസിക്കുകയാണ്. നോക്കണം, 1200 മൈൽ ഈ കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് അവൾ അറേബ്യൻ മരുഭൂമിയിലൊന്നും വന്നിട്ടില്ല. ഇത് വളരെ ശുദ്ധ തട്ടിപ്പാണ്, ഇത് ചതിയാണെന്നുള്ള കാര്യം കൂടെ നമ്മളുടെ അറിവിന് വേണ്ടി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. അവൾ ഉഴന്നു നടന്നത് ബർഷേബ മരുഭൂമിയാണ്, അത് ഇസ്രായേലിൽ തന്നെയാണ്. അവിടെയാണ് അവൾക്ക് വേണ്ടി ദൈവം ഉറവ ഒഴുക്കി കൊടുത്തു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും മനുഷ്യനിൽ ആശ്രയിക്കുവാൻ ബന്ധപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ നിർബന്ധിതരായി തീരുന്നവരാണ്. പക്ഷേ അതെല്ലാം നമ്മുടെ പരാജയത്തിനായിട്ട് ആയിത്തീരും. എന്നാൽ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നെങ്കിൽ, ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവ് എപ്പോഴും അങ്ങയിൽ മാത്രം ആശ്രയിക്കുവാൻ, കർത്താവിൽ മാത്രം ആശ്രയിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നും. അങ്ങനെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെത്ര ശ്രേഷ്ഠമായിരിക്കുമെന്നറിയാമോ? അത് ദൈവത്തിന് എത്ര പ്രസാദകരമായിരിക്കുമെന്നറിയാമോ? ദൈവത്തിന്റെ ഹൃദയം എത്ര ആനന്ദിക്കുമെന്നറിയാമോ? കാരണം ഇവൻ എൻ്റെ ഭക്തൻ, ഇവൻ എന്നിൽ മാത്രമാണ് ആശ്രയിക്കുന്നത്, ഈ ലോകത്തിൻ്റെതായി യാതൊന്നിലും ഇവൻ ആശ്രയിക്കുന്നില്ല എന്ന് ദൈവം ഒരു സാക്ഷ്യം തൻ്റെ ദൂതന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിലില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ചെറുതും വലുതുമായ ഏത് കാര്യങ്ങളിലും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. ഏറ്റവും വലിയ അധ്യായം, നമ്മൾ ഏറ്റവും കൂടുതൽ പേജുകൾ മറിക്കുന്നത് 119 സങ്കീർത്തനമാണ്. ഏറ്റവും വലിയ അധ്യായം അതാണ്. ഏറ്റവും ചെറിയ അധ്യായം, അതിൻ്റെ 2 അധ്യായങ്ങൾ താഴെയുള്ള 117 സങ്കീർത്തനമാണ് ഏറ്റവും ചെറിയ അധ്യായം. ദൈവം എന്ന വാക്ക് 3358 പ്രാവശ്യം, 3358 ടൈംസ് ആണ് ദൈവം എന്നുള്ള വാക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കർത്താവ് എന്ന വാക്ക്, യഹോവ അഥവാ ദ ലോർഡ് എന്ന വാക്ക് 7736 പ്രാവശ്യമാണ്, 7736 ടൈംസിലാണ് കർത്താവും യഹോവ എന്ന വാക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഒറ്റ അധ്യായങ്ങളുള്ള 5 പുസ്തകങ്ങളാണ് ബൈബിളിലുള്ളത്. ഒറ്റ അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. 5 പുസ്തകങ്ങളുണ്ട്. ഒബദ്യാവും, ഫിലമോനും, ഫസ്റ്റ് ജോൺ, സെക്കൻഡ് ജോൺ, യൂദ, ഈ 5 പുസ്തകങ്ങളാണ്. ഒരൊറ്റ ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. 2 അധ്യായങ്ങളുള്ള പുസ്തകങ്ങൾ 1 മാത്രമാണ്, അത് ഹഗ്ഗായിയുടെ പുസ്തകമാണ്. 2 അധ്യായങ്ങൾ മാത്രമാണ് അതിനുള്ളത്. 3 അധ്യായങ്ങളുള്ള പുസ്തകങ്ങൾ 7 പുസ്തകങ്ങളാണുള്ളത്. അത് ജോയല്, നഹൂം, ഹബക്കൂക്ക്, സെഫന്യാവ്, സെക്കൻഡ് തെസ്സലോനിയൻസ്, ടൈറ്റസ്, തിത്തോസ്, 2 പത്രോസ്, സെക്കൻഡ് പീറ്റർ, ഇങ്ങനെ 7 പുസ്തകങ്ങളാണ് 3 അധ്യായങ്ങളുള്ളത്. 4 അധ്യായങ്ങളുള്ള 6 പുസ്തകങ്ങളുണ്ട്. രൂത്ത്, യോന, മലാക്കി, ഫിലിപ്പീൻസ്, കൊലേഷ്യൻസ്, 2 തിമോത്തി, ഇങ്ങനെ 4 അധ്യായങ്ങളുള്ള 6 പുസ്തകങ്ങളുള്ളത്. 5 അധ്യായങ്ങളുള്ള പുസ്തകം 5 എണ്ണമുണ്ട്. അത് വിലാപങ്ങളും, 1 തെസ്സലോനിക്കൻസ്, യാക്കോബിന്റെ പുസ്തകം, 1 പത്രോസ്, 1 യോഹന്നാൻ, ഇങ്ങനെ 5 പുസ്തകങ്ങളാണ് 5 അധ്യായങ്ങളുള്ളത്. പലപ്പോഴും നമ്മൾ ലോകത്തിലുള്ള ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ബൈബിൾ ഒരു മതഗ്രന്ഥമാണെന്നാണ്. മറിച്ച് ഇതൊരു മതഗ്രന്ഥമല്ല, മറിച്ച് ബൈബിൾ എന്ന് പറയുന്നത് ഒരു മഹാത്ഭുതമാണ്, ഒരു മഹൽ ഗ്രന്ഥമാണെന്നുള്ള കാര്യം ഈവൻ ക്രിസ്ത്യാനികൾ പോലും വിശ്വസിച്ചിരിക്കുന്നത് ഇത് ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമാണെന്നാണ്. പക്ഷെ ഒരിക്കലും ഇതൊരു മതഗ്രന്ഥമല്ല, മറിച്ച് ഇതൊരു മഹാത്ഭുതമാണ്, ഇതൊരു മഹൽ ഗ്രന്ഥമാണ്. സകല മനുഷ്യകുലത്തിനുമുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ് സത്യവേദ പുസ്തകം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് സത്യവേദ പുസ്തകം. ഈ ലൂക്കോസ് വിശേഷം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ദൂതൻ അവരോടും ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട്. യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചാണ്. ഇത് കുറച്ച് ജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമുള്ളതല്ല.
ഒരു സിവിലൈസേഷന് വേണ്ടി മാത്രമുള്ളതല്ല, ഒരു എത്തിനിക് ഗ്രൂപ്പിന് വേണ്ടി മാത്രമുള്ളതല്ല, ഒരു ചെറിയ രാജ്യത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. ഈ ഈ ജനനമെന്ന് പറയുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. യേശു ക്രിസ്തുവിന്റെ ജനനമെന്ന് പറയുന്നത് സർവ ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്, യേശു ക്രിസ്തു കർത്താവാണെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. യേശു ക്രിസ്തു കർത്താവാണ്, യേശു ക്രിസ്തു ലോർഡാണ്, ദ ലോർഡാണ്. യേശു ക്രിസ്തു കർത്താവാണ്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു ജനിച്ചത് സകല മാനവരാശിക്ക് വേണ്ടിയാണ്. മഹാ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് യേശു ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ലൂക്കോസ് വിശേഷം 2:30 ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായി ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. യേശു ക്രിസ്തു എന്ന് പറയുന്നത് സകല ജാതികളുടെയും രക്ഷയാണെന്ന് ദൈവത്തിന്റെ വചനം ഇവിടെ നമ്മളെ വായിക്കുകയാണ്. മത്തായി 4:15 ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ. യേശു ക്രിസ്തു ഇരുട്ടിലിരുന്ന, അന്ധകാരത്തിൽ കൂരിരുട്ടിലിരുന്ന സകല ആത്മീയ അന്ധത പിടിച്ച ജനങ്ങൾക്ക് ലോകത്തിന്റെ വെളിച്ചമായി സകല ജനത്തിനും ഉള്ള വലിയ വെളിച്ചമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യോഹന്നാൻ 1:29 വായിക്കുന്നു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു ക്രിസ്തു ഒരു ചെറിയ വിഭാഗത്തിന്റെ, ഒരു ചെറിയ ജനതയുടെയും പാപം ചുമക്കുവാൻ വേണ്ടിയല്ല, യഹൂദന്മാരുടെയോ ഇസ്രായേലിന്റെയോ മാത്രമല്ല, ലോകത്തിന്റെ മുഴുവനും പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് യേശു ക്രിസ്തു. യോഹന്നാൻ 3:17 ജോൺ 3:17 ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതും ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കും എന്ന് പറഞ്ഞ സകല ലോകത്തിലുള്ള സകല മനുഷ്യരും രക്ഷിക്കപ്പെടുവാനാണ് പിതാവായ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത്. 1 യോഹന്നാൻ 4:14 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു വചനമാണ്. 1 ജോൺ 4:14 പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. യേശു ക്രിസ്തു ഹി ഈസ് ദ സേവിയർ ഓഫ് ദ വേൾഡ്. യേശു ക്രിസ്തു പറയാണ്, യേശു ക്രിസ്തു ലോകത്തിന്റെ ലോകരക്ഷിതാവാണ് യേശു ക്രിസ്തു എന്ന്. ഇന്ന് നമുക്കറിയാം, ഗ്രാമങ്ങളിൽ മാത്രം അറിയപ്പെടുന്ന ദൈവങ്ങളുണ്ട്. ഒരു ഗ്രാമത്തിലുള്ള ദൈവങ്ങളെ മറ്റുള്ള ഗ്രാമത്തിലുള്ളവർക്ക് അറിയത്തില്ല. വില്ലേജുകളിലും പഞ്ചായത്തുകളിലും മാത്രം ഒതുങ്ങുന്ന ദൈവങ്ങളുണ്ട്, ഭഗവാന്മാരുണ്ട്. ഒരു ജില്ലകളിൽ മാത്രം അറിയപ്പെടുന്ന ഭഗവാന്മാരുണ്ട്. ഒരു സ്റ്റേറ്റിൽ മാത്രം അറിയപ്പെടുന്ന ഭഗവാന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ഭഗവാന്മാരെ അല്ലെങ്കിൽ ദൈവങ്ങളെ തമിഴ്നാട്ടിലുള്ളവർക്കൊന്നും എല്ലാ ദൈവങ്ങളുടെയും ഒന്നും പേരറിയത്തില്ല. 1-2 ദൈവങ്ങളെ കുറിച്ചൊക്കെ അറിയാം. എന്നാലും നമ്മുടെ ഈ കേരളത്തിലുള്ള ദൈവങ്ങളെ കുറിച്ച് പഞ്ചാബിലുള്ള സർദാർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കേരളത്തിലുള്ള ഭഗവാന്മാർ ആരാണെന്ന് അവർക്കറിയത്തില്ല. ഒരിക്കൽ ഞാൻ ഒരു സർദാർജിയോട് ചോദിച്ചു, സർദാർജി അയ്യപ്പനെ ആരാന്നറിയാമോ? ശ്രീ അയ്യപ്പൻ ആരാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അയ്യപ്പ കേടാ ബന്ധായം. അയ്യപ്പൻ എങ്ങനെയുള്ള ഏതാളാണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യപ്പൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഭഗവാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അയ്യപ്പ ഭഗവാനും എന്താ? ഈ അയ്യപ്പൻ എങ്ങനെയാ ഭഗവാനാകുന്നതെന്ന്. കാരണം അദ്ദേഹം അയ്യപ്പൻ എന്നുള്ള വാക്ക് ഒരിക്കൽ പോലും ജീവിതത്തിൽ കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബിലുള്ള, കാശ്മീരിലുള്ള, വടക്കേ ഇന്ത്യയിലുള്ള ഭഗവാന്മാരുടെയൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലുള്ളവർക്ക് മനസ്സിലാകത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലയിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിലുള്ള ദൈവങ്ങൾക്ക് മറ്റുള്ള സംസ്ഥാനത്തിലുള്ള ദൈവങ്ങളെ അറിയത്തില്ല. അതുപോലെ ഒരു രാജ്യത്തുള്ള ദൈവങ്ങളെ മറ്റു രാജ്യത്തിലുള്ളവർക്കൊന്നും, ഇന്ത്യയിലുള്ള ദൈവങ്ങൾ ആരൊക്കെയാണെന്നും പാകിസ്ഥാനിലുള്ളവർക്ക് അറിയത്തില്ല. തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഇന്ത്യയിലുള്ള ദൈവങ്ങളെയും യൂറോപ്പിലുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും അറിയത്തില്ല. പരമശിവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും.
ഈ സുബ്രഹ്മണ്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് അത് സ്പെല്ല് ചെയ്യുവാൻ വേണ്ടി ഭദ്രകാളി ഞങ്ങളുടെ ഇന്ത്യയിലെ ദൈവമാണെന്ന് പറഞ്ഞു കഴിയുമ്പം അതൊക്കെ അവർക്ക് പറയാൻ തന്നെ അവർക്ക് മെമ്മറൈസ് ചെയ്യാൻ തന്നെ വലിയ പാടായിരിക്കും. ഇന്ത്യയിലുള്ള ദൈവങ്ങൾ ആരൊക്കെയാണെന്ന് ആഫ്രിക്കയിലുള്ളവരോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആഫ്രിക്കയിലും അത് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല. അത് നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും ഉള്ളവർ ഇന്ത്യയിലുള്ള ഈ ഭഗവാന്മാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും ഒരിക്കലും അത് മനസ്സിലാകത്തില്ല, അവർക്ക് തിരിച്ചറിയത്തില്ല, അവരാശ്ചര്യപ്പെട്ടു പോവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു വില്ലേജിലെ ഒതുങ്ങുന്ന, ഒരു ഗ്രാമത്തിൽ ഒതുങ്ങുന്ന ദൈവമല്ല. ഒരു ഒരു പഞ്ചായത്തിലും ഒരു 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 മണ്ഡലത്തിലോ ഒരു ജില്ലയിലോ ഒതുങ്ങുന്ന ദൈവമല്ല, ഒരു സംസ്ഥാനത്ത് ഒതുങ്ങുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം ഒരു രാജ്യത്ത് മാത്രം ദൈവമല്ല, നമ്മുടെ ദൈവം ഒരു ഭൂഖണ്ഡത്തിൽ മാത്രം സേവിക്കപ്പെടുന്ന ദൈവമല്ല, മറിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സർവ്വലോക രക്ഷിതാവാണ്. അവൻ ലോകത്തിന്റെ മുഴുവനും രക്ഷകനാണ് എന്നും ദൈവത്തിന്റെ വചനം ഇവിടെ വിളിച്ചു പറയുകയാണ്. ഇവിടെ സൗദി അറേബ്യയിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു സഹോദരൻ, ഭയങ്കര തീഷ്ണതയോടുകൂടെ നിന്നൊരു സഹോദരൻ ദുബൈയിലേക്ക് കടന്നുപോയി. ആരോ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ ഇപ്പോൾ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടോ? ഞാൻ ചോദിച്ചു, എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ എന്താണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് പറ. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഈ യേശു ക്രിസ്തു വെറും ഒരു ഗോത്ര ദൈവമായിരുന്നു. അതായത് യഹൂദന്മാരുടെ മാത്രം ദൈവമായിരുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചെറിയ ജനതയ്ക്ക് വേണ്ടി മാത്രം അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി വന്ന ഒരു ദൈവമായിരുന്നു, ഒരു ഒരു ദേവനായിരുന്നു യേശു ക്രിസ്തു എന്ന് പറയുവാനിടയായി തീർന്നു. ഇന്ന് അദ്ദേഹം ബൈബിളിൽ വിശ്വസിക്കുന്നില്ല, അദ്ദേഹം മറ്റേതോ മതങ്ങളിലാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ വഞ്ചനയാണെന്നറിയാമോ? ബൈബിളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്നവനാണ്. യേശു ക്രിസ്തു മാത്രമാണ് ലോകരക്ഷിതാവ്. സകല ജനത്തിനും സർവ്വജനത്തിനും വെളിപ്പെടുവാനുള്ള മഹാസന്തോഷമാണ് യേശു ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ സകല ജാതികൾക്കും ഇരുളിൽ ഉദിച്ച വെളിച്ചമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് ഈ വചനത്തിലെ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ സന്തോഷം, ആനന്ദം, നമ്മൾ പറയുന്നത് വ്യാജമല്ല, നമ്മൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന വെറും കെട്ടുകഥകളൊന്നുമല്ല, കിഴവിക്കഥകളൊന്നുമല്ല, പൈങ്കിളി കഥകളല്ല. ബൈബിളിലെ ദൈവവചനത്തിലെ അഥവാ നിത്യതയിലെ നിത്യ നിയമമായിരിക്കുന്ന ദൈവത്തിന്റെ ആകാശം മാറും, ഭൂതലം മാറും, എന്നാൽ മാറാത്ത ദൈവത്തിന്റെ വചനമായ തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സത്യങ്ങളാണ് ഇത് നമ്മൾ ഇന്ന് വിളിച്ചു പറയുന്നത്. യോഹന്നാൻ സുവിശേഷം 8:12 യേശു പറയുകയാണ്, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശു ലോകത്തിന്റെ മുഴുവനും വെളിച്ചമാണ്. യേശു ലോകത്തിന്റെ മുഴുവനും വെളിച്ചമാണ്. നമുക്കറിയാം, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല, ക്രിസ്ത്യാനികൾക്ക് പ്രവേശനമില്ല. മുസ്ലിങ്ങളുടെയും മോസ്കുകളിലും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മറ്റും അമുസ്ലിങ്ങളായ ആർക്കും അവരുടെ ദേവാലയങ്ങളിൽ അവർക്ക് പ്രവേശനമില്ല. ഞാൻ ഒരു പത്രത്തിൽ, ന്യൂസ് പേപ്പറിൽ പണ്ട് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വായിച്ചു. വയലാർ രവി എന്ന് പറയുന്ന ഒരു നേതാവ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയൊരു പാർലമെന്റേറിയൻ ആയിരുന്നു. അദ്ദേഹം ഹിന്ദുവായിട്ടാണ്. അദ്ദേഹം ഭാര്യ മേഴ്സി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സ്ത്രീ ആയിരുന്നു. അവരെ ക്രിസ്ത്യാനിയായിരുന്നു. പക്ഷേ ഈ വയലാർ രവിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞപ്പോൾ പിന്നീട് അവർ ഹിന്ദു മതം സ്വീകരിച്ച് ഹിന്ദുവായിട്ടാണ് അവർ ജീവിച്ചു കൊണ്ടേയിരുന്നത്. അങ്ങനെ അവർക്ക് 2 മക്കളുണ്ടായി. അവരുടെ മക്കളുടെ വിവാഹം കേരളത്തിലെ പ്രശസ്തമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആ ക്ഷേത്രത്തിൽ ഈ മേഴ്സി രവിയും വയലാർ രവിയും തൻ്റെ ബന്ധുക്കളെല്ലാവരും വരുവാൻ വിവാഹം നടക്കുവാനിടയായി തീർന്നു. പിന്നീട് ഞാൻ പത്രത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്, മേഴ്സി രവി എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ സ്ത്രീ ക്ഷേത്രത്തിൽ വന്നതുകൊണ്ട് ക്ഷേത്രം അശുദ്ധമായി, ക്ഷേത്രാങ്കണം അശുദ്ധമായി എന്ന് പറഞ്ഞിട്ട് അവര് 2-3 ലോഡ് ചാണകം ഇറക്കിയിട്ട് എന്ത് ചെയ്തു, ആ ചാണകം മുഴുവനും കുഴച്ച് അത് വെള്ളം പോലെ ആക്കിയിട്ട് ആ ക്ഷേത്രം നട മുഴുവനും, ആ ക്ഷേത്രത്തിൽ മുഴുവനും ചാണകം തളിച്ച് ശുദ്ധി വരുത്തി എന്ന് പത്രത്തിൽ വായിക്കുവാൻ ഇടയായി തീർന്നു. നോക്കണം, സാക്ഷര കേരളത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ ഇപ്പോൾ എടുത്തു പറയുന്നതേ ഉള്ളൂ. ഇങ്ങനത്തെയുള്ള സംഭവങ്ങൾ, ഒട്ടനവധി സംഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ, ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ മറ്റുള്ളവർ ചെന്നാൽ
ഭഗവാൻ അശുദ്ധനാകും, അല്ലെങ്കിൽ ക്ഷേത്രാങ്കണം അശുദ്ധമാകുമെന്നാണ് പറയുന്നത്. അടുത്ത സമയത്തിൽ ഏതോ ഒരു സിനിമാ നടി കുറെ വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ പോകുവാനിടയായി തീർന്നു. ആ സ്ത്രീ ശബരിമലയിലെ അയ്യപ്പന്റെ വിഗ്രഹത്തിൽ തൊട്ടു. വിഗ്രഹത്തിൽ തൊട്ടപ്പോൾ അയ്യപ്പൻ അശുദ്ധനായി എന്ന് ഒരു വലിയ വാർത്ത നിങ്ങൾ ഒരു പക്ഷേ കേരളത്തിലൊക്കെയും വായിച്ചു കാണും. ഇന്നല്ല കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വാർത്തയാണ്. പ്രിയപ്പെട്ടവരെയും, നമ്മളിത് വായിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യൻ ഒരു ഭഗവാനെ തൊടുമ്പോൾ ഭഗവാൻ അശുദ്ധനായി തീരുന്നുവെങ്കിൽ ആ ഭഗവാൻ ഏത് രീതിയിലുള്ള ഭഗവാനാണ്? ഞാൻ ഏതെങ്കിലും ഒരു മതത്തിലെ ദൈവങ്ങളെ കുറ്റം പറയുകയല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പാപിനിയായ ഒരു സ്ത്രീ, അശുദ്ധിയായ ഒരു സ്ത്രീ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു ഒരിക്കലും അശുദ്ധനായി തീർന്നില്ല. മറിച്ച് അശുദ്ധിയായ സ്ത്രീ, പാപിനിയായ സ്ത്രീ വിശുദ്ധിയായി തീരുവാൻ, അവൾ പാപമോചനം പ്രാപിക്കുവാനിടയായി തീർന്നു. അതാണ് സർവശക്തനായ ദൈവത്തിൽ നിന്നുള്ള, അതിപരിശുദ്ധനായ ദൈവത്തിൽ നിന്നുള്ള സ്തോത്രം. പരിശുദ്ധനായവൻ ഒരിക്കലും പിന്നെ അശുദ്ധനാകുന്നില്ല. മറിച്ച് അശുദ്ധരായ വ്യക്തികൾ, പാപികളായ വ്യക്തികൾ ഈ പരിശുദ്ധനായ ദൈവത്തിനെ ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവത്തിന്റെ സ്പർശനം ഒന്ന് ലഭിച്ചു കഴിഞ്ഞാൽ, അവർ ദൈവം അശുദ്ധനാകുകയല്ല, മറിച്ച് തൊടുന്നവർ, വിശ്വസിക്കുന്നവർ വിശുദ്ധരായി തീരുവാനിടയായി തീരും. അതാണ് ദൈവവചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇവിടെ സൗദി അറേബ്യയിലും മക്കായിലും അവിടെ നോൺ മുസ്ലിംസിന് പ്രവേശനം, വലിയ പടുകൂറ്റം ബോർഡാണ് വെച്ചിരിക്കുന്നത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി. മക്ക അവരുടെ പുണ്യസ്ഥലമായ, അവരുടെ പുണ്യക്ഷേത്രം ഇരിക്കുന്ന ഈ മക്കായിലേക്ക് പോകുവാൻ ഒരു മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് സാധ്യമല്ല. അങ്ങനെ അബദ്ധവശാൽ ആരെങ്കിലും അതിനകത്ത് വഴിതെറ്റി പോയി കഴിഞ്ഞാൽ അവർക്ക് വലിയ ശിക്ഷാവിധിയാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു മനുഷ്യൻ, ഒരു ക്രിസ്ത്യാനി ഏകദേശം 12 വർഷത്തോളം ജയിലിൽ കിടന്നും ട്രക്ക് ഓടിച്ച് വഴിതെറ്റി, ബോർഡുകളൊന്നും, അറബിയിൽ എഴുതിയിരിക്കുന്ന ബോർഡുകളൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് വഴിതെറ്റി മക്കായിലേക്ക് പോകുന്ന വഴിയിലേക്ക് ബഹുദൂരം സഞ്ചരിച്ച് മക്കയുടെ അതിർത്തി വരെ എത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അദ്ദേഹത്തെ പിടി, അത് വലിയ ക്രിമിനൽ, വലിയ കുറ്റകരമായ തെറ്റാണ്. എന്നാൽ ഇന്നത്തെ സമയത്ത് അങ്ങനെയുള്ള വലിയ തെറ്റുകളൊന്നുമില്ല, അവർ തിരിച്ചയക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് പണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തിലുള്ള മതങ്ങളെല്ലാം അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്, പ്രവേശിക്കാൻ കഴിയുന്നവരും പ്രവേശിക്കാൻ കഴിയാത്തതും. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു ചില ജാതികൾക്ക് വേണ്ടിയുള്ളതോ ചില മതങ്ങൾക്ക് വേണ്ടിയുള്ളതോ ഒരു ചില രാജ്യങ്ങളിൽ ഒതുങ്ങുന്നതോ ഒന്നുമല്ല, മറിച്ച് സകല ലോകത്തിന്റെയും രക്ഷിതാവാണ്. ഹൈന്ദവന് രക്ഷയുണ്ട്, മുസൽമാന് രക്ഷയുണ്ട്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നു, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും, ഹൈന്ദവനാകട്ടെ, മുസൽമാനാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ജൈനനാകട്ടെ, ബുദ്ധനാകട്ടെ, സിഖാകട്ടെ, പാർസി ആകട്ടെ, ആഫ്രിക്കൻ ആകട്ടെ, മംഗോളിയൻസ് ആകട്ടെ, ഏഷ്യക്കാരനാകട്ടെ, കാസ്കഡിയനാകട്ടെ, ലോകത്തിലെ ഏത് മതത്തിൽപ്പെട്ട, ഏത് ജാതിയിൽപ്പെട്ട മനുഷ്യനായിരുന്നാലും 5000-ഓളം ഭാഷകൾ സംസാരിക്കുന്ന ലോകത്തിലെ ആളുകളുണ്ട്. ഏകദേശം 12,000 എത്നിക് ഗ്രൂപ്പുകളുണ്ട്, ഭാഷാ ഗ്രൂപ്പുകളുണ്ട്. ഏത് ഗ്രൂപ്പിലുള്ളതും ഭാഷകളുള്ളവർക്കും യേശു ക്രിസ്തു രക്ഷകനാണ്, യേശു ക്രിസ്തു ദൈവമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ദർശനം ഇതാണ്. സകല ഭാഷകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും, ജാതികളിൽ നിന്നും എണ്ണിക്കൂടാതെ വണ്ണം വലിയൊരു പുരുഷാരം ദൈവസന്നിധിയിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം അർപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ബൈബിൾ എന്ന് പറയുന്നത് എന്തല്ല, മതഗ്രന്ഥമല്ല, ക്രിസ്ത്യാനികളുടെ വെറും മാത്രം മതഗ്രന്ഥമല്ല, ക്രിസ്ത്യാനികളുടെ വെറും ഒരു മതഗ്രന്ഥമല്ല, മറിച്ച് അത്ഭുത ഗ്രന്ഥമാണ്. സകല മനുഷ്യകുലത്തിന്റെയും രക്ഷയുടെ വാതിലാണ് ഈ ദൈവവചനം എന്ന് നമ്മളെ തിരിച്ചറിയുക. യേശു പറയുകയാണ്, യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ശ്രീബുദ്ധനെ കുറിച്ച് പറയുന്നത് ഏഷ്യയുടെ വെളിച്ചമെന്നാണ് ശ്രീബുദ്ധനെ അറിയപ്പെടുന്നത്. അദ്ദേഹം ഏഷ്യയുടെ വെളിച്ചമായി എന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം ഏഷ്യയുടെ വെളിച്ചമായിക്കൊള്ളട്ടെ. എന്നാൽ ലോകത്തിന്റെ മുഴുവനും വെളിച്ചമായ ഒരുവനുണ്ട്, ലോകത്തിന്റെ മുഴുവനും വെളിച്ചമായ ഒരുവനുണ്ട്. പലരും അവരുടെ സ്ഥലങ്ങളുടെയും
അവർ ജനിച്ച ഗ്രാമത്തിന്റെ, ജനിച്ച പട്ടണത്തിന്റെ പേരിനകത്താണ് പല പല ആളുകളും അറിയപ്പെടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പിണറായി എന്ന് പറയുന്ന ഒരു ഒരു ഗ്രാമമുണ്ട്, ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നവരുണ്ട്, ചില പ്രദേശത്ത് മാത്രം വെളിച്ചമായിട്ട് ഒതുങ്ങുന്നവരുണ്ട്. ശ്രീബുദ്ധൻ ഏഷ്യയുടെ വെളിച്ചമാണെന്ന് അറിയപ്പെടുന്നതും. എന്നാൽ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിന്റെ മുഴുവനും, പ്രപഞ്ചത്തിന്റെ മുഴുവനും വെളിച്ചമായി ഒരുവനുണ്ട്. അത് മറ്റാരുമല്ല, നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ്. ലോകത്തിന്റെ വെളിച്ചമായ യേശുവിനെ അറിയുന്നത് തന്നെ എത്രയോ അത്ഭുതമാണ്, എത്രയോ ശ്രേഷ്ഠമാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. മത്തായി സുവിശേഷം 24:14 രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടേണ്ടുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് ക്രൂശിന്റെ സന്ദേശമാണ്, ക്രിസ്തുവിന്റെ സന്ദേശമാണ്. സകല മനുഷ്യകുലത്തിന്റെയും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന, ബലിയായി തീർന്ന ദൈവകുഞ്ഞാട്, അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിനെ കുറിച്ചുള്ള സുവിശേഷം ലോകം മുഴുവനും പ്രസംഗിക്കപ്പെടണം. അപ്പോൾ മാത്രമേ അവസാനം വരികയുള്ളൂ. മർക്കോസ് സുവിശേഷം 16:15 വായിക്കുന്നു. മാർക്ക് 16:15 പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി, ഭൂലോകത്തിലൊക്കെയും പോയി. നോക്കണം, ഇത് ക്രിസ്ത്യാനികളുടെ അജണ്ടയല്ല. 18-ാം നൂറ്റാണ്ടിലെ 19-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളുടെ അജണ്ടയെല്ലാം ബൈബിൾ എഴുതി പൂർത്തീകരിച്ചിട്ട് ഇപ്പോൾ 2000 വർഷങ്ങൾ കഴിഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ തിരുവായും ഒഴിഞ്ഞ് അരുളി ചെയ്ത ദൈവത്തിന്റെ വചനം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കണം. പ്രിയപ്പെട്ടവരെ, വടക്കേ ഇന്ത്യയിൽ നമ്മുടെ പ്രിയപ്പെട്ടവര് ദൈവദാസന്മാരെ, ദൈവദാസിമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമ്പോൾ അവരെ ജാമ്യത്തിൽ വിടുവാനുള്ള വ്യവസ്ഥകളിൽ പല വ്യവസ്ഥകൾ, ഒരു വ്യവസ്ഥയാണ് എന്ത്? അവര് പേപ്പറിനകത്ത് എഴുതി ഒപ്പിട്ട് കൊടുക്കണം, സത്യം ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഗ്രാമത്തിൽ ഞങ്ങൾ പ്രവേശിക്കത്തില്ല, ഇനി ഈ യേശു ക്രിസ്തുവിന്റെ നാമം ഞങ്ങളുടെ നാവിലെടുക്കത്തില്ല, ഇനി യേശു ക്രിസ്തുവിനെ കുറിച്ച് യാതൊന്നും ഞങ്ങൾ പ്രചരിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് തന്നാൽ ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. ഞങ്ങൾ നിങ്ങളെ വിട്ടയക്കാൻ വിട്ടയക്കാമെന്നും പറയുന്നില്ല. അങ്ങനെ ജയിലിൽ നിന്ന് പുറത്തു വരുവാൻ ജീവരക്ഷയ്ക്ക് വേണ്ടി ഒത്തിരിയും പേര് സ്വന്തം കൈകൊണ്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തു, ഞങ്ങൾ ഈ യേശുവിനെ കുറിച്ച് ഇനി മിണ്ടുകയില്ല, ഞങ്ങൾ ഇനി ഗ്രാമത്തിൽ ഒരിക്കലും കാലുകുത്തുകയില്ല, ഞങ്ങൾ ആരോടും ഈ യേശുവിനെ കുറിച്ച് പറയുകയില്ല എന്നും. പ്രിയപ്പെട്ടവരെ, ദുഃഖത്തോടെ, വേദനയോടെ ഞാൻ പറയട്ടെ, ഒരിക്കലും നാം അതങ്ങനെ ചെയ്യുവാൻ പാടില്ല. അത് നാം ദൈവത്തോട്, ദൈവപുത്രനോട്, നമ്മുടെ രക്ഷിതാവായ ദൈവത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവിശ്വസ്തയും വഞ്ചനയുമാണ്. മറിച്ച് ഇങ്ങനെ എഴുതുവാൻ വേണ്ടി നിർബന്ധിക്കുന്നവരോട് പറയുവാനുള്ള ഒരേ ഒരു കാര്യം, ഇത് ഒരിക്കലും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല, എഴുതി തരുവാൻ സാധ്യമല്ല, ഇത് മിണ്ടാതെ ഇരിക്കുവാൻ കഴിയുന്ന കാര്യമല്ല. ലോകം മുഴുവനും അറിയേണ്ടുന്ന സത്യമാണ് യേശു ക്രിസ്തു. എൻ്റെ പ്രിയപ്പെട്ട പൊന്നു സാറേ, സാറിന്റെ രക്ഷയ്ക്കും, സാറിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കും, നമ്മുടെ രാജ്യത്തിന്റെ രക്ഷയ്ക്കും വേറൊരു സന്ദേശമില്ല. മുഴു ലോകത്തിലും പ്രസംഗിക്കപ്പെടുന്ന ത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടുന്ന മറ്റൊരു സന്ദേശം ഈ ലോകത്തിലില്ല. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. ഒരേ ഒരു നാമം, യേശു ക്രിസ്തു എന്ന ഒരു നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഈ സത്യം മൂടിവെക്കുവാൻ സാധ്യമല്ല. ഈ സത്യം പറയാതിരിക്കുന്നത് ഏറ്റവും വലിയ ക്രിമിനകരമായ, ഏറ്റവും ക്രിമിനൽ കുറ്റകരമാണ് സാറേ. ഇത് പറയേണ്ടുന്ന സത്യമാണെന്ന് പോലീസ് സ്റ്റേഷനിൽ ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയണം. അടിക്കുന്നെങ്കിൽ അടിക്കട്ടെ, തൊഴിക്കുന്നെങ്കിൽ തൊഴിക്കട്ടെ, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, ഉപദ്രവിക്കുന്നെങ്കിൽ ഉപദ്രവിക്കട്ടെ. അതെ, സത്യത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്നതിനേക്കാൾ, സത്യത്തിന് വേണ്ടി മരിക്കുന്നതിനേക്കാൾ വലിയ ഭാഗ്യം മറ്റൊന്നുമില്ല എന്നുള്ള കാര്യം. നമ്മുടെ ജീവനെ നേടേണ്ടതിന്, നമ്മുടെ ജീവനെ നേടേണ്ടതിന് എന്ത് ചെയ്യരുത്? ജീവനെ കളയരുത്. തന്റെ ജീവനെ നേടുന്നവൻ അതിനെ കളയുന്നു, തന്റെ ജീവനെ കളയുന്നവൻ അതിനെ നേടുമെന്നുള്ള ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ വചനം നമ്മൾ മറന്നു പോകരുത് എന്നും ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പ്രസംഗിക്കപ്പെടേണ്ടുന്ന സന്ദേശമാണ്. പാർലമെന്റിൽ ഈ സന്ദേശം മുഴങ്ങണം.
നമ്മുടെ പ്രിയപ്പെട്ടവർ കോടതിയിൽ ചെല്ലുമ്പോൾ, ജഡ്ജിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, സെക്ഷൻ കോർട്ടുകളിലും ഡിസ്ട്രിക്ട് കോർട്ടുകളിലും സ്റ്റേറ്റ് ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും നമ്മുടെ അഭിഷിക്തന്മാർ നിൽക്കണം. പത്രോസ് നിന്നതുപോലെ അഗ്രിപ്പ രാജാവേ, ബർണിക്കേ, ഫെസ്തോസേ, വേറെ ഒരു രക്ഷയില്ല, വേറെ ഒരു രക്ഷയില്ല, വേറെ ഒരു മാർഗമില്ല. നിങ്ങളെല്ലാവരും ഈ ചങ്ങല ഒഴിച്ച് എന്നെ പോലെയായി തീർന്നേ മതിയാകത്തുള്ളൂ. നോക്കണം, സുപ്രീം കോടതിയിൽ നിൽക്കണം, ഹൈക്കോടതിയിൽ നിൽക്കണം. തങ്കൂറ്റത്തോടെ വിളിച്ചു പറയണം, ഇത് മൂടി വയ്ക്കുവാൻ്റെ സന്ദേശമല്ല, ഇത് മനുഷ്യകുലത്തിന് മുഴുവനും രക്ഷയുടെ സന്ദേശമാണ്. ചേംബറിലിരിക്കുന്ന ജഡ്ജിയെ നോക്കിയിട്ട് വിളിച്ചു പറയണം, ബഹുമാനപ്പെട്ട സാർ, ജഡ്ജിയോട് പറയണം, സാറിന്റെ രക്ഷയ്ക്കും വേറൊരു മാർഗമില്ല. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ സാറിനും പാപമോചനം സാധ്യമാണ്. ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയാനുള്ള അഭിഷേകം. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നാടുവാഴികളുടെ മുമ്പിൽ, ഭരണാധികാരികളുടെ മുമ്പിൽ, അധികാരികളുടെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ എന്ത് പറയേണ്ടുവെന്ന് നിങ്ങൾ ചഞ്ചലപ്പെടരുതും. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ജാമ്യത്തിന് വേണ്ടി അല്ലാതെ ഓടേണ്ടതും, അറസ്റ്റ് ചെയ്ത ആളിന് ദൈവകൃപയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി, ശക്തീകരിക്കുവാൻ വേണ്ടി ജയിലിൽ, പോലീസ് സ്റ്റേഷനിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ജയിലിൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. പൗലോസും ശീലാസും പ്രാർത്ഥിച്ചതുപോലെയുള്ള ദൈവപ്രവൃത്തികൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ജയിലിൽ ചെല്ലുമ്പോൾ സംഭവിക്കണം. കോടതികളിൽ നമ്മുടെ സഹോദരന്മാരെ അപ്പിയർ ആകുമ്പോൾ, പ്രസന്റ് ആകുമ്പോൾ അവിടെ ദൈവത്തിന്റെ വചനം മുഴങ്ങണം, കോടതി വിറയ്ക്കണം. അഗ്രിപ്പായും ബർണിക്കയും ഫെസ്തോസും ആഡംബരത്തോടുകൂടെ വന്ന അധികാരികളുടെ മുട്ടുപറച്ചതുപോലെ ദൈവവചനത്തിന് മുമ്പാകെ ജഡ്ജി നിന്ന് വിറയ്ക്കണം. ജഡ്ജി മാനസാന്തരപ്പെടണം. പരസ്യമായി ഇന്ത്യയുടെ പത്രങ്ങളിലും വീഡിയോകളിലും ടിവികളിലും ടെലിവിഷനിലൂടെയൊക്കെ ജഡ്ജിയുടെ മാനസാന്തരങ്ങൾ വരണം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരേ ഒരു ജീവിതമേ ഉള്ളൂ, അത് വേഗത്തിൽ തീരും. ക്രിസ്തുവിന് വേണ്ടി ചെയ്തത് മാത്രം നിലനിൽക്കുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ സുവിശേഷം ലോകം മുഴുവനും പ്രസംഗിക്കപ്പെടേണ്ടതാണ്. അത് എനിക്ക് എത്രത്തോളം ചെയ്യുവാൻ, ലോകം മുഴുവനും എനിക്ക് എത്തുവാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എത്രത്തോളം പറയുവാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. എന്നെ തടയുവാൻ കഴിയും, എന്നെ കാലുകളും ഗന്ധിക്കുവാൻ വേണ്ടി കഴിയും, എന്നെ ജയിലിലടയ്ക്കുവാൻ വേണ്ടി കഴിയും. പക്ഷേ ഒരു പൗലോസ് നിലത്ത് വീണപ്പോൾ നീറോ വിളിച്ചു പറഞ്ഞു, ക്രിസ്തു മാർഗം എന്നേക്കുമായിട്ട് അവസാനിച്ചുവെന്നും. പൗലോസ് വധിക്കപ്പെട്ടു, നീറോ പൗലോസിനെ വധിച്ചു. ദൈവസഭയുടെ ക്രിസ്ത്യാനിത്വത്തിന്റെ എല്ലാമായിരുന്ന പൗലോസ് വധിക്കപ്പെട്ടപ്പോൾ ക്രിസ്തു മാർഗം അവസാനിച്ചു എന്ന് വിചാരിച്ചു. വലിയ ആഘോഷം നടത്തി, റോം മുഴുവനും ആഘോഷിച്ചു. പക്ഷെ ഒരു പൗലോസ് താഴെ വീണപ്പോൾ 1000 പൗലോസന്മാരെ എഴുന്നേൽപ്പിച്ചു. ഇതാണ് ക്രിസ്തുവിന്റെ മാർഗം. ശക്തന്മാരായ അഭിഷിക്തന്മാരായ പലരും വീണുപോയേക്കാം. എന്നാൽ ഒരാൾ വീഴുമ്പോൾ ഒരാളിൽ ഡിപ്പെൻഡ് അല്ല ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്, ദൈവസഭ എന്ന് പറയുന്നത്. ഒരാൾ വീഴുമ്പോൾ 1000 പേരെ ദൈവം എഴുന്നേൽപ്പിക്കും. ഒരു സുധീർ കുറിപ്പ് വീണാൽ 1000 സുധീർ കുറിപ്പുമാരെ എഴുന്നേൽപ്പിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. പ്രിയപ്പെട്ടവരെയും, ലോകം അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. അന്ധകാരം കൊണ്ടും അനീതി കൊണ്ട്, അസത്യം കൊണ്ട്, അധർമ്മം കൊണ്ടും പാപം ഈ ലോകത്തെ മുഴുവനും പിടിച്ചടക്കിയിരിക്കുകയാണ്. ഈ ലോക സംഭവങ്ങൾ മുഴുവനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരും 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 വരും. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എത്ര വർഷങ്ങളായിട്ട് ഉപദേശിച്ച് നിങ്ങൾ ഇങ്ങനെ കിടന്ന് തൊണ്ട കീറി പറയുക വരും വരും വരുമെന്ന്. എത്ര വർഷമായി? നിങ്ങളുടെ അപ്പൻ പറയാൻ തുടങ്ങിയതാണ്. നിങ്ങളുടെ അപ്പന്റെ അപ്പൻ പറയാൻ വേണ്ടി തുടങ്ങിയതാണ്. നിങ്ങളുടെ അപ്പന്റെ 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 അപ്പൻ പറയാൻ തുടങ്ങിയതാണ്. എന്തിയെ? എന്തായാലും ഈ കാലഘട്ടത്തിൽ ഈ കർത്താവ് വരുമെന്ന് പറയുന്നവരങ്ങ് വളരെ ചുരുങ്ങി. ഈ കാലഘട്ടത്തിൽ സഭകളിൽ പോലും പറയുന്നില്ല കർത്താവ് വരുമെന്നും, പ്രസംഗത്തിൽ പോലും പറയുന്നില്ല കർത്താവ് വരുമെന്നും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമസ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ക്രിസ്തു വരും. പ്രിയപ്പെട്ടവരെ, ഇത് മറന്നു കളയേണ്ട കാര്യമല്ല, എല്ലാ സഭായോഗത്തിലും ഉറപ്പിക്കേണ്ടുന്ന കാര്യമാണ്. അവൻ നിശ്ചയമായും വരിക തന്നെ ചെയ്യും. കാഹളം മുഴങ്ങും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവരെന്ത് ചെയ്യും? കാഹളം കേൾക്കുന്നവർ ആദ്യം എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ബി ട്രാൻസ്ഫോം. നമ്മൾ രൂപാന്തരം പ്രാപിച്ച് വാനമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കുവാൻ എടുക്കപ്പെടും. ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവേൻ.
ആ, ഞാൻ ഇപ്പോൾ ഈ വാക്കുകൾ, ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ദൈവ മക്കളുടെ, ദൈവജനത്തിന്റെ പ്രാർത്ഥന ചോദിക്കുന്നു. ഇത് പ്രസംഗിക്കപ്പെടേണ്ട സന്ദേശമാണ്. അറസ്റ്റ് ചെയ്യപ്പെടട്ടെ, നൂറായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടട്ടെ, ക്രിസ്തീയ പീഡനം ഉണ്ടാകട്ടെ. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, സ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങളിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ വചനം, ബൈബിള് വരെ അവർ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? യൂറോപ്പിൽ സ്വാതന്ത്ര്യമുണ്ടായി. ആ സ്വാതന്ത്ര്യം കൊണ്ട് ദൈവസഭയ്ക്ക് എന്താ നേട്ടമാണോ ഉണ്ടായത്? കോട്ടമാണോ ഉണ്ടായത്? ദൈവസഭകൾ നശിച്ചു പോകുവാൻ എവിടെ സ്വാതന്ത്ര്യമുണ്ടോ അവിടെ ജനങ്ങൾ തണുപ്പിലേക്ക്, പാപത്തിലേക്ക്, അശുദ്ധിയിലേക്ക്. ദൈവകൃപ എവിടെ? എവിടെ പീഡയുണ്ടോ? എവിടെ എതിർപ്പുണ്ടോ? നോക്കണം, ചൈനയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സഭ. ഇന്ന് ചൈനയിൽ നിന്നും മിഷണറിമാരെ അവർ ലോകത്തിന്റെ 5 വൻകരയിലേക്ക് ചൈനയിൽ നിന്ന് മിഷണറിമാർ കടന്നു പോകുന്നു. ചൈനയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തീയ പീഡനം നടക്കുന്ന ഒരു എന്തിനാ ഈ സ്വാതന്ത്ര്യം? നരകത്തിലേക്ക് പോകുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് എന്തിനു വേണ്ടിയാണ്? ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ക്രിസ്തീയ പീഡകൾ എവിടെ വർദ്ധിക്കുന്നു അവിടെല്ലാം ദൈവസഭകൾ തഴച്ചു വളർന്നിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ നിർത്തുന്നു. ദൈവം